മാണിക്കുഞ്ഞെ. ഗാഥമോളുടെ ജീവൻ നാഗദൈവങ്ങൾ തിരിച്ചു തന്നു. എന്റെ മോൻ എന്താ പറ്റേ? അത് ഗാഥമ്മയുടെ അവിടെ വീണ് കിടന്നപ്പോ സാറ് കാറെടുത്ത് പോയില്ലേ? ഞാൻ വിളിച്ചിട്ടും തടഞ്ഞിട്ടും സാറ് നിർത്തിയില്ല. ഞാൻ വേറൊരു കാറെടുത്ത് സാറിന്റെ പുറകെ പോയി. എത്ര വിളിച്ചിട്ടും സാറ് നിന്നില്ല. നിയന്ത്രണം വിട്ട രീതിയിൽ സാറ് വണ്ടി ഓടിക്കുമായിരുന്നു. എന്നിട്ട് കുറെ ദൂരം ചെന്നപ്പോ കാറ് ഒരു മരത്തിലിടിച്ച് സാറ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഒരുപാട് പരിക്ക് വല്ലതും ഉണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞു? ഒബ്സർവേഷനില്ല. നവീൻ സാറ് കണ്ടു മറന്നിട്ടില്ല. മാണിക്കുഞ്ഞ് ഏത് ഡോക്ടറാ നോക്കുന്നേ? എനിക്ക് അയാളൊന്ന് കാണണം. നമുക്ക് പോകാം അച്ഛാ. സുമിത്രേ, നീ മോളെയും കൊണ്ട് ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. എല്ലാരും കരുതിയത് ഗാഥമാടത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണല്ലോ. സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. സാറ് സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താണോന്നും എനിക്കറിയില്ല. വാ അച്ഛാ, വാ വാ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടോ മോളെ? അവനെ നീ അത്രയ്ക്ക് മാറ്റിയെടുത്തിരുന്നു. ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ കൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഭംഗി എന്തെന്ന് പഠിപ്പിച്ചു നീ. അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുന്നത് അവന് സഹിക്കില്ല എന്ന്? അങ്ങനെയുള്ള അവൻ നീ ഇനി ഇല്ലാതൊരു തോന്നൽ വന്ന സഹിക്കുവോ? അമ്മ വിഷമിക്കണ്ട, അവന് ഒന്നും സംഭവിക്കില്ല അമ്മ. എത്രയോ കാലങ്ങളായാലും ശാപം കളരിക്കൽ തറവാടിന്റെ മുകളിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ നവീന് ദൈവങ്ങളെ പരീക്ഷിക്കോ? ഇല്ല, നവീന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. അതുകൂടെ കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ. എന്റെ നവീന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതിരുന്നത്? ഞാൻ ചോദിച്ചതല്ലേ പൂജക്കിടയില് അവള് മരിച്ചു പോയാലോ എന്ന്. അപ്പൊ മമ്മി ഇത് വിശ്വസിച്ചില്ലല്ലോ. അവൾക്ക് നാഗപ്രീതിയുണ്ട്, നാഗദൈവങ്ങൾ അവളെ തൊടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവളുടെ മരണം എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ നവീന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്? നടന്നതൊക്കെ പറഞ്ഞ നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് അവർ കരുതും. പറ മമ്മി, വാട്ട്സ് യുവർ പ്ലാൻ? സിനി ചേച്ചി, ഈ വിഷം എഫക്ട് ചെയ്ത് മരിച്ച ബോഡി മൊത്തം ഒരു ബ്ലൂയിഷ് ടോണാവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയോ അവള്? എന്താ നിങ്ങളാരും ഒന്നും പറയാത്തത്? ബിസിനസ്സുകാരനായ നവീൻ നന്ദഗോപാൽ വർമ്മയുടെ പെർഫെക്റ്റ് പെയറല്ലേ ഞാനിപ്പോ. മമ്മി, കൃഷ്ണയെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയും. എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോ അത് നടക്കില്ല. ഇപ്പൊ നടക്കില്ലെന്നോ? ഇനി എന്താ തടസ്സം? ദേ മമ്മി, ഇനി ആവശ്യമില്ലാതെ അവളോട് സ്നേഹം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ. സ്നേഹം കാണിക്കുന്നൊന്നും അല്ല. അവളിപ്പോ കളരിക്കൽ വീട്ടിലില്ല. അപ്പൊ പിന്നെ നമുക്ക് പോവാൻ എളുപ്പല്ലേ? അവിടെ നവീനും ഇല്ല. നവീൻ ഹോസ്പിറ്റലിലാണ്. നവീൻ എന്തു പറ്റി? മമ്മി പറ, നവീൻ എന്താ സംഭവിച്ചേ? കൃഷ്ണ മരിച്ചുപോയെന്ന ഷോക്കില് നവീൻ കാറെടുത്ത് എങ്ങോട്ടോ പോയി. വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആയി. എന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ എന്നോട് പറയുന്നത്?
നവീൻ എന്തെങ്കിലും അപകടം ഉണ്ടായാ അത് ആ നിമിഷം തന്നെ എന്നെ അറിയിക്കണ്ടേ? ഒന്നിനും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ഞാനും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിരുന്നു. മോൾ ഇവിടെ തനിച്ചായിരുന്നോണ്ടാ തിരിച്ചു വന്നേ. കൃഷ്ണ മരിച്ചു എന്ന് കേട്ടപ്പോ നവീന് ഷോക്ക്. അതിന്റെ പേരില് ആക്സിഡന്റ്. അതിന്റെ അർത്ഥം കൃഷ്ണയെ നവീൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും മൗനം കണ്ടാൽ എനിക്കറിയാം അത് തന്നെയാ സത്യം. പറ മമ്മി, കൃഷ്ണയും നവീനും തമ്മിൽ പിരിയില്ലേ? പിരിയും. പക്ഷേ ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ വിളിച്ചു വരുത്താൻ പറ്റില്ല. അവൾ എന്തിനാ നവീനെ പരിചരിക്കാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നേ? അവിടെ ഞാൻ പോയില്ലേ? എങ്കിൽ ഞാൻ അവളെ തിരിച്ചു വിളിക്കട്ടെ. അവക്ക് പകരം ഹോസ്പിറ്റലിൽ നവീനെ ശുശ്രൂഷിക്കാനായിട്ട് പോയി നിൽക്കുമോ നീ? അത് പിന്നെ ഹോസ്പിറ്റലിലെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കില്ല. അത് മമ്മിക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ പോയി നിൽക്കുന്നേ? അതുകൊണ്ടാ പറഞ്ഞത്, നവീൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ക്ഷമിച്ചേ പറ്റൂ. നവീന്റെ കണ്ടീഷൻ എന്താന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. അതുവരെ എന്റെ മുമ്പിൽ ഒരു ബഹളം പാടില്ല. ഓക്കേ, ഞാൻ ബഹളം ഉണ്ടാക്കുന്നില്ല. പക്ഷെ മമ്മി, ഇനി ഒരു ദിവസം കൂടെ അവള് കളരിക്കൽ ഉണ്ടാവാൻ പാടില്ല. നവീന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. മമ്മി, ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ലേ? ഇത്രയും കാലം ഞാൻ നവീന് പിരിഞ്ഞിരുന്നില്ലേ? പ്ലീസ് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. വലിയൊരു ശാപം അകന്നു പോയില്ലേ? ഇനി എപ്പോ വേണമെങ്കിലും നവീനുമായിട്ട് നിനക്ക് ഒരുമിക്കാമല്ലോ.